ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ഹൈക്കോടതി ഉത്തരവ് MR അജിത് കുമാർ ലംഘിച്ചു എന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് ADGP പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അടുത്ത ദിവസം തിരിച്ച് ട്രാക്ടറിൽ മലയിറങ്ങി. പോലീസിന്റെ ട്രാക്ടറിലായിരുന്നു നവഗ്രഹ പ്രതിഷ്ഠാ ദർശനത്തിനുള്ള യാത്ര. ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വിനീത വേണു നമുക്കൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനീത വേണു, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന ഈ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള ട്രാക്ടർ യാത്ര സംബന്ധിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സുജയ, ഗുരുതരമായ ഉത്തരവ് ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കാണ് ട്രാക്ടറിൽ ADGP MR അജിത് കുമാർ യാത്ര ചെയ്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം ADGP പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര ചെയ്തിരുന്നു. ഏതാണ്ട് 12 വർഷം മുൻപ് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉത്തരവിട്ടതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ അജിത് കുമാർ യാത്ര ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചരക്ക് നീക്കത്തിന് മാത്രമേ പമ്പ സന്നിധാനം റൂട്ടിൽ ട്രാക്ടർ ഉപയോഗിക്കാവെന്നു, ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ കയറാൻ പാടില്ല എന്നും 12 വർഷം മുൻപ് തന്നെ ഹൈക്കോടതി വിധിച്ചതാണ്. എന്നാൽ ഞായറാഴ്ച സന്നിധാനത്ത് നടന്ന നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ തൊഴാനാണ് ADGP ശനിയാഴ്ച തന്നെ വൈകിട്ട് എത്തിയത്. ഇതിലാണ് ഇപ്പോൾ ഇത് വിവാദമായതോടുകൂടിയാണ് സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ADGP പമ്പയിലെത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു. ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് 1-ാം വളവിനടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത്. ഇവിടെ നിന്നും സന്നിധാനം വരെയുള്ള ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. സന്നിധാനത്ത് ഈ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ എത്തി. അവിടെ ADGP ഇറങ്ങി പിന്നീട് നടന്നു പോവുകയും ചെയ്തു. ഈ ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറയുണ്ട്. അതിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അതായത് ദൃശ്യങ്ങളായി CCTV ദൃശ്യങ്ങളായി ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ നടന്നു പോകുന്നവ മാത്രമായിരിക്കും. കാരണം ട്രാക്ടറിൽ പോയ ഭാഗത്തൊന്നും CCTV ഇല്ല എന്നത് ADGPക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അതെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ CCTV ഇല്ലാത്ത ഭാഗത്ത് മാത്രം ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ADGPയുടെ ഈ ട്രാക്ടർ യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതി വരെ എത്താൻ ഇടയാക്കിയതും ഈ കാര്യം തന്നെയാണ്. സ്പെഷ്യൽ കമ്മീഷണർക്ക് ഈ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി കൃത്യമായി ഒരു സ്ഥലത്ത് നിന്ന് കയറി നിശ്ചിതമായ ഒരു സ്ഥലത്ത് CCTV ഇല്ല അതിന്റെ നിരീക്ഷണം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു ഉത്തരവ് ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെതിരെ ഇനി എന്ത് നടപടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പോയ ട്രാക്ടർ, അതായത് അജിത് കുമാർ പോയ ട്രാക്ടർ പോലീസ് മെസ്സിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്ടറാണോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചെറിയ അരുവി കഴിഞ്ഞ് 1-ാം വളവിനടുത്ത് വെച്ചിട്ടാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ട്രാക്ടറിൽ, അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഈ ട്രാക്ടറിൽ ADGP കയറുകയും ചെയ്തത്. ഇത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏതായാലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് തുടർ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് ഏതെങ്കിലും തരത്തിൽ പോലീസോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇതിൽ അന്വേഷണം നടക്കുന്നതായോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു വിവരങ്ങളുമില്ല. ഈ ഹൈക്കോടതിയിൽ ഇനി എന്താവും ഹൈക്കോടതിയുടെ നിലപാട് എന്നത് നിർണായകമാണ്. സുജയ, സന്നിധാനത്ത് യൂടേണിന് മുൻപ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തിയ ശേഷം പിന്നീട് നടന്ന് പോയിരിക്കുന്നു. അപ്പോൾ വിനിത വേണു, ആ യൂടേൺ വരുന്ന ഭാഗം മുതൽ ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് അവിടെ ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. തിരിച്ചുള്ള വരവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. തിരിച്ചും ഇതുപോലെ ഇറങ്ങി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നാലേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരാൾ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ എത്തേണ്ടിടത്ത് എത്തി. അങ്ങനെ ഹൈക്കോടതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്പെഷ്യൽ കമ്മീഷണർക്കാണ് രഹസ്യമായി ഈ ഫോട്ടോ എടുത്തയാൾ അയച്ചു കൊടുത്തത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് കയറാനും ഇറങ്ങാനും നിശ്ചിത സ്ഥലങ്ങൾ സ്വീകരിച്ചത് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള ട്രാക്ടർ യാത്രയിൽ കോടതി എന്ത് പറയും എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.